മനുഷ്യർ കാത്തിരിക്കുകയാണ്, ഭൂലോകം കാത്തിരിക്കുകയാണ് ഒരു യാത്രയുടെ പരിസമാപ്തിക്കായി. ഒരുപക്ഷെ മനുഷ്യരാശിയുടെ മഹായാത്ര എന്ന വിശേഷണത്തോടെ ആരംഭിച്ച ഒരു ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അരനൂറ്റാണ്ടിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ചന്ദ്രനിലേക്ക് പോയ ഒരു യാത്ര. ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ എത്തുന്ന 4 മനുഷ്യർ. അവർ നാളെ, കൃത്യമായി പറഞ്ഞാൽ നാളെ പുലർച്ചെ 5:37 ഭൂമിയെ തൊടാൻ പോവുകയാണ്. ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന ഒരുപാട് വിസ്മയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത്, അവർ അവിടെ പോയി പകർത്തിയ ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് സമ്മാനിക്കുന്നത് വലിയ വലിയ കൗതുകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം പങ്കുവച്ചു കഴിഞ്ഞു ആർടെമിസ് 2 എന്ന് പറയുന്ന നാസയുടെ ചാന്ദ്ര ദൗത്യം. ഒറൈൻ പേടകം, ആ പേടകമാണ് 4 പേരെ ഭൂമിക്ക് പുറത്തേക്ക്, ചന്ദ്രനടുത്തേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല, നിർണായകമായ പല നാഴികക്കല്ലുകളും പിന്നിട്ട് പുതിയ ചരിത്രം രചിച്ചാണ് ഒറൈൻ പേടകത്തിലേറി തിരികെ ഈ 4 സംഘം വരുന്നത്. ആ പേരിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്ന പൈലറ്റാണ് ഒറൈൻ പേടകം നിയന്ത്രിക്കുന്നത്. ഒപ്പം മിഷൻ കമാൻഡറായ റീഡ് വൈസ്മാൻ, ഒപ്പം ആദ്യമായി ചന്ദ്രനിലേക്ക് യാത്ര പോകുന്ന വനിത എന്ന ഖ്യാതിയുമായി ക്രിസ്റ്റീന കൂഹ്, ഏറ്റവും ഒടുവിൽ ജെറമി ഹാൻസ് എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഈ 4 പേരാണ് ഭൂമി കടന്ന്, ചന്ദ്രനെയും കടന്ന് അപ്പുറം പോയി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.